മാർക്കോ സിനിമയുടെ ടെലിവിഷൻ സ്ക്രീനിംഗ് ഒക്കെ ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ OTTയിലും സിനിമ ഉടനെ റിമൂവ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ ബാൻ ചെയ്യാൻ കാരണമായത്. സോണി ലൈവ് OTT പ്ലാറ്റ്ഫോമിലാണ് മാർക്കോ സിനിമയുടെ OTT റിലീസ് ഉണ്ടായത്. അധികം വൈകാതെ സോണി ലൈവിൽ നിന്നും മാർക്കോ സിനിമ ബാൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാർക്കോ സിനിമ വിജയിക്കുകയാണെങ്കിൽ ഒരു സീരീസായിട്ട് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാമെന്ന് ഉണ്ണിമുന്തൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എന്തായാലും മാർക്കോ സിനിമ ബാൻ ആയതുകൊണ്ട് ഇനി മാർക്കോ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറായ ഷാരിസ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, മാർക്കോ പോലെ ഇനി എക്സ്ട്രീം വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ നിർമ്മിക്കില്ലെന്നും. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മാർക്കോ സിനിമയുടെ തുടർഭാഗങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. ഷാരിസ് മുഹമ്മദ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിലും വയലൻസ് ഉണ്ടെങ്കിലും മാർക്കോ പോലെ എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു ചിത്രമല്ലാതെ. പക്ഷേ കാട്ടാളൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും കുറച്ച് വയലൻസൊക്കെ ആ ഒരു സിനിമയിൽ കുറയ്ക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഷാരിസ് മുഹമ്മദ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ നിന്നും മാർക്കോ പോലെ മോസ്റ്റ് വയലൻറ്റ് മൂവിയൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും മാർക്കോ പോലുള്ള സിനിമകൾ കാരണമാണോ ഇപ്പോൾ ഉള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതുപോലെ ക്രൈംസും ഒക്കെ കൂടുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ.